കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയെ വളരെ സുരക്ഷിതമായി എത്തിച്ച പോലീസ് ഓഫീസർമാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഗുഡ് സർവീസ് എൻട്രി കൊടുത്താൽ പോലെ ഞാൻ പറഞ്ഞത് ജീവൻ രക്ഷ വല്ല സ്വർണ്ണ മെഡലോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പതക്കോടക്കളോ കൊടുക്കണമെന്നാണ്. നമ്മുടെ നാട്ടിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ അദ്ദേഹം നിരവധി തവണ യാത്ര നടത്തിയുള്ള സ്ഥലത്തിലൂടെ നവകേരള ബസ് ഇപ്പൊ കടത്തിക്കൊണ്ട് വന്നു എന്നുള്ളതിൽ എന്താണ് പോലീസ് ഇത്രമാത്രം വീരകൃത്യം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെയൊക്കെ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഏത് ലെവലിലേക്ക് എത്തി എന്നുള്ളതും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും രാഷ്ട്രീയ ഒരു കാര്യമുണ്ട്, കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. പല പോലീസ് നടപടികളും പിന്നീട് വലിയ രീതിയിൽ വിചിത്രമാണ്. മൈക്കിനെതിരെയൊക്കെ കേസെടുത്ത സ്ഥലമായിട്ട് നാം ആലോചിച്ച് നോക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് KSRTC ബസ് കത്തിച്ചതിന്റെ ക്രെഡിറ്റ് SFIയുടെ പേരിലാണ്. അപ്പൊ ബസ്സിന് ഷൂ എറിയുന്നതിനേക്കാൾ എത്രയോ ചെറിയ കുറ്റമാണ് ശരിക്കും. ഇപ്പൊ വിനീത വിജിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് വിനീത വിജി ഷൂ ധരിക്കുന്നതാണോ അതോ അവര് തന്നെ ധരിച്ചിരുന്ന ഷൂ ആണോ ഊരി എറിഞ്ഞത് എന്ന് പോലും CPM-കാരൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചാൽ ഒരു കുറ്റവും പറയാനില്ല. ഈ കേരളം എങ്ങും കാരണഭൂരിതനാകുന്നതൊക്കെ പറഞ്ഞ് തിരുവാതിര നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൊടുക്കാവുന്നതാണ്. പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മാലോകരെ അറിയിക്കാനായി നടത്തിയ നവകേരള യാത്ര കഴിഞ്ഞ 23-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. നവകേരള യാത്രയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത സമരക്കാരെ തല്ലി ഒതുക്കിയ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയെ വളരെ സുരക്ഷിതമായി എത്തിച്ച പോലീസ് ഓഫീസർമാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ADGP ആണ് അതിൻ്റെ പിന്നിൽ എന്നാണ് പറയുന്നത്. എം.ആർ. അജിത് കുമാർ വളരെ പ്രഗത്ഭനായ പോലീസ് ഓഫീസറാണ് എം.ആർ. അജിത് കുമാർ. കാരണം എന്തും ചെയ്യും, ആർക്ക് വേണ്ടി എന്ത് വിടുകയും ചെയ്യുന്ന വളരെ സമർത്ഥനായ പോലീസ് ഓഫീസറാണ് എം.ആർ. അജിത് കുമാർ നമുക്കറിയാം. കാരണം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയായ പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ ഭീകരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സ്വപ്ന സുരേഷിനെ ഒതുക്കാൻ വേണ്ടി ഷാജ്കിരൺ എന്ന മറ്റൊരു ലോക ഫ്രോഡിനെ വിട്ട എം.ആർ. അജിത് കുമാറാണ് ഈ ഗുഡ് സർവീസ് എൻട്രിയുടെയും പിറകിൽ. അപ്പം ഇന്ന് VD സതീശൻ പറയുന്നുണ്ട് ഇത് ക്രൂരമായ പരിഹാസമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഭീകരമായ യൂത്ത് കോൺഗ്രസ്സുക്കെതിരെ ഭീകരമായ മർദ്ദനോപാധികൾ ഇറക്കിവിട്ട ഈ പോലീസുകാരെ ഇത്തരത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത് ആദരിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുക എന്ന് പറഞ്ഞു. എന്ത് സന്ദേശം നൽകാനാണ്? ശ്രീനിവാസന്റെ സന്ദേശം പോലൊരു സന്ദേശമേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന്, രാജേഷ് ഉള്ളത് ഒരു കരിങ്കൊടി കാണിക്കുന്ന ഒരു പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പിടിച്ചു മാറ്റിയിട്ട് DYFIക്കാർ പൂച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊളിക്കുന്നു. ഇത് ഒരാളുടെ കേസിലല്ല സംഭവിച്ചേക്കുന്നത്, ഇങ്ങനെ നിരവധി ആളുകളുടെ കേസിൽ സംഭവിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ, ഷൂ എറിഞ്ഞതിന് അതിപ്പോൾ പെരുമ്പാവൂർ കോടതി ചോദിച്ചിട്ടുണ്ട്. അതായത് ഷൂ എറിഞ്ഞപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ ഷൂ എറിഞ്ഞിട്ട് എത്ര പേര് അപായപ്പെടും? അതൊരു ബസ്സിലേക്ക് ഒരു ഷൂ എറിഞ്ഞു, ആ ഷൂ എറിഞ്ഞതിന് കേസെടുക്കാം, അതിന് നിർബന്ധമില്ല. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട് അഖില നന്ദകുമാറിനെതിരെ കേസെടുക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ 24 ന്യൂസിലെ ഒരു പെൺകുട്ടിക്കെതിരെ ലേഖയ്ക്കെതിരെ കേസെടുക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാത്തിനും ഉപരി ഇതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നത്. ഞാൻ കാണുകയല്ലേ, വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴുന്ന ആളുകളെ പിടിച്ചു മാറ്റുന്നു. പിടിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും, അതുകൊണ്ട് ഇത് രക്ഷാപ്രവർത്തനമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇനി എന്ത് കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയുന്നത് രാഷേ, ഈ പോലീസുകാർ, അതായത് പോലീസുകാർ ഒന്നാമത്തെ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് എന്തോ മതിഭ്രമം ബാധിച്ചു എന്നാണ് പിണറായി വിജയൻ. കാരണം ഈ പിണറായിയോട് പറയേണ്ടത് ഇത് ഗസയിലൂടെ അല്ല പുള്ളി നവകേരള സദസ്സ് നടത്തിയെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഇത് നമ്മുടെ കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തേക്കാണ്. അപ്പം കാസർഗോഡ് മുതൽ വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണ ആർക്കും ഒന്നും സംഭവിക്കില്ല. ഇവൻ പിണറായി വിജയൻ ഒറ്റയ്ക്ക് യാത്ര നടത്തിയാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അദ്ദേഹം നിരവധി തവണ യാത്ര നടത്തിയിട്ടുള്ള സ്ഥലത്തിലൂടെ നവകേരള ബസ് ഇപ്പോൾ കടത്തിക്കൊണ്ട് വന്നു എന്നുള്ളതിൽ എന്താണ് പോലീസ് ഇത്രമാത്രം വീരകൃത്യം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് മറ്റേ അനിൽകുമാർ കയ്യൂർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഗൺമാനെ വേണമെങ്കിൽ DGP ഒക്കെ ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ IAS ഒക്കെ വേണമെന്നുള്ളത് നമ്മൾ IPS വേണം എന്നുള്ളത് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട. അല്ലെങ്കിൽ
ഇനി അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് എങ്ങാനും നിർബന്ധം പിടിച്ചാൽ ഒരു കൺഫേർഡ് IPS വേണമെങ്കിൽ കൊടുക്കാവുന്നേ കാരണം ഒന്നാമത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ എത്രത്തോളം ആർജവമുള്ളവരാണെന്ന് നമുക്കറിയാം. കാരണം രണ്ടടി കിട്ടും എന്നറിഞ്ഞാൽ തന്നെ ഇടിയപ്പം എന്ന് എഴുതി വെച്ചാൽ തന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നവരാണ്. അപ്പോൾ അവരാകെ 5-8 പേരാണ് വന്നത്. ആ വന്നതിൽ തന്നെ 2 പേര് എനിക്ക് സങ്കടം തോന്നിയതിൽ. കാരണം ഒരുത്തൻ ചെന്ന് തലയൊക്കെ കുമ്പിട്ട് എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞൊരു കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ധീരനും സാഹസികനും വളരെ കർമ്മനിരതനുമായിട്ടുള്ള അനിൽകുമാർ കയ്യൂരൊക്കെ ചെന്ന് ഇടിക്കുന്നത്. ഇനി ഇടിച്ചതിന് ശേഷം ശരിക്കും ഇവർക്കിനി മറ്റേ എന്താ പറയുക ഒരു മറ്റേ ഗുഡ് സർവീസ് സെന്റർ കൊടുത്താൽ പോലെ. ഞാൻ പറയണത് ജീവൻ രക്ഷ വല്ല സ്വർണ്ണ മെഡലോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പതക്കോടക്കളോ കൊടുക്കണമെന്നാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്താനുള്ളത്, സത്യത്തിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സുഡാനിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ തന്നെ ഈ പ്രൈവറ്റ് ആർമികളുണ്ട്. ഈ പ്രൈവറ്റ് ആർമികളെ പിന്നീട് ഗവൺമെന്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് സ്വന്തം ആർമിയാക്കി മാറ്റിയിട്ടുണ്ട്. ചില പ്രൈവറ്റ് ആർമികൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം യെവ്ഗിനി പ്രഗോഷിന്റെ ഒക്കെ വാഗ്നർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവർ പ്രൈവറ്റ് ആർമിയാണ്. അപ്പൊ അതിനെയും ഭരണകൂടം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു വാഗ്നർ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ഉണ്ടായതുപോലെ വേണമെങ്കിൽ DYFI എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആർമിയെ കൂടി ഗവൺമെന്റ് സർവീസിലേക്ക് എടുത്ത് പ്രോത്സാഹിപ്പിക്കാവുന്നേ ഉള്ളൂ. ഗവൺമെന്റ് തല ശമ്പളവും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നുള്ളൂ. സാധാരണ രാജേഷ് ഇങ്ങനെയുള്ള പോലീസുകാർക്ക് കൊടുക്കുന്ന ഏതൊരു ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം കിമ്പളം കിട്ടുന്ന നല്ല പോസ്റ്റുകളിൽ ഇവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം നമ്മൾ നേരത്തെ തന്നെ കണ്ടു. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ഗൺമാൻ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സർവീസിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അവരുടെ ഡൈങ് ഹാർനസായി അവരുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ജോലി കിട്ടും. ഇത് കൊടുക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ തന്നെ കണ്ടു ഒരു 20 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മളുടെ നാടുവാഴികളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റേ ഇന്നാ ഒരു കിഴി എറിഞ്ഞു കൊടുത്തിട്ട് പറയില്ല, ഇതാ നിനക്ക് 1001 പൊൻപണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പരിപാടിയായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രാജേഷ് എന്നെ നിർബന്ധിക്കരുത്, കാരണം കൂടുതൽ പറയാൻ എനിക്ക് ഭയമാണ്. കാരണം അങ്ങനെ ഒരു രാജഭരണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വലുതായിട്ടൊന്നും അഭിപ്രായ പ്രകടനത്തിന് വലിയ സാധ്യതകളില്ല, കാരണം തല പോകുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം രാജേഷ് പറഞ്ഞു വന്ന MR അജിത് കുമാറിന്റെ കാര്യം. ഇതിൽ എനിക്ക് പിണറായിയോട് പറയാനുള്ളത് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആളുകളെ കൂടി സ്വന്തം അനുയായികളായി വെക്കണം എന്നാണ്. കാരണം MR അജിത് കുമാർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിച്ചാണ് സ്വപ്ന സുരേഷ് അടുത്തേക്ക് വിട്ടെന്ന് പറയുന്നു. വിട്ടത് ശരിയാണെങ്കിൽ അയാളുടെ 45 തവണയിലേക്കും ഷാജ് കിരണിനോട് സംസാരിച്ചു എന്ന് പറയുന്നു. ഷാജ് കിരണിനെ ഞാനൊരു തവണ അന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു, നേരിട്ട് കണ്ടതാണ്. ഷാജ് കിരണിനോടൊക്കെ 45 തവണ ഫോണിൽ വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ നിലവാരം എന്തായിരിക്കും എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അത്രമാത്രം ബോധമില്ലാത്ത ഒരാളെയൊക്കെ സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചെങ്കിലും മിടുക്കരായിട്ടുള്ള കുറച്ചെങ്കിലും നല്ല ആളുകളൊക്കെ തിരഞ്ഞെടുക്കണ്ടേ. അപ്പോൾ അതുപോലും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത MR അജിത് കുമാറിൻ്റെയൊക്കെ ഈ നടപടികളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് MR അജിത് കുമാറിൻ്റെയൊക്കെ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഏത് ലെവലിലേക്ക് എത്തി എന്നുള്ളതും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും രാജേഷ് ഒരു കാര്യമുണ്ട്, ഇനി സത്യമായിട്ട് കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. അല്ല, ഇന്നിപ്പോൾ VD സതീശൻ ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. VD സതീശൻ നേരത്തെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വളരെ വ്യക്തമായിട്ടൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഉപജാപ സംഘത്തിന്റെ കയ്യിലാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടികളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസ് വകുപ്പിനെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം. പഴയ നമ്മുടെ EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന, പിന്നീട് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് കേസ് വരികയും അതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്ത P ശശിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. അപ്പം ഈ P ശശിയുടെയും അതുപോലെ തന്നെ MR അജിത് കുമാറിനെ പോലെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള ചില കുബുദ്ധികൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം പല പോലീസ് നടപടികളും പിന്നീട് വലിയ രീതിയിൽ വിചിത്രമാണ്. മൈക്കിനെതിരെയൊക്കെ കേസെടുത്ത സ്ഥലമായിട്ട് നാം ആലോചിച്ച് നോക്കണം. മൈക്കിനെതിരെ കേസെടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ പത്രപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു. ഇപ്പം വിനീത VG എന്ന് പറഞ്ഞ 24-ലെ ലേഖിക, അവർക്കെതിരെ കേസെടുക്കുന്നു. അവർക്കെതിരെ കേസെടുത്തതിൻ്റെ ഒരു കാരണം പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെ ഈ KSUക്കാർ, ഈ ഷൂ എറിഞ്ഞ KSUക്കാർ നിരവധി തവണ 7 തവണ 8 തവണയും കണ്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു സംഭവം നടക്കുന്ന സമയത്ത് KSUക്കാർ സമരം നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് പരിചയമുള്ള പത്രലേഖകരെ വിളിച്ച് പറയാറുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ സമരം റിപ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും വെച്ച് രഹസ്യമായിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത് കൊണ്ട് ആളുകൾ അറിയണമെന്നില്ല. പിന്നെ ചെരിപ്പേർ എന്ന് പറഞ്ഞ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പ്രഗത്ഭന്മാരായ ഭരണാധികാരികൾക്കെതിരെ ചെരിപ്പേർ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. അപ്പം ഇവിടെ തന്നെ സമരാഭാസങ്ങളിലൂടെ തന്നെ വളർന്ന പാർട്ടിയാണ് CPM. ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. വെറും സമരം മാത്രമല്ല, പിന്നെ നമുക്കറിയാം JV വിളനിലത്തിനെതിരെയൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് SFI. പിന്നെ എന്തിനായിരുന്നു ആ സമരം എന്ന് വെച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു. EMS പോലും പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് അബദ്ധമായി പോയി അവര്. അപ്പൊ ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളൊക്കെ നടത്തിയ അന്നത്തെ SFIയുടെ നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ. അങ്ങനെ രാജേഷ് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവര് അത്ര വലിയ സമരാഭാസങ്ങളൊന്നും നടത്തിയില്ല. ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് KSRTC ബസ് കത്തിച്ചതിന്റെ ക്രെഡിറ്റ് SFIയുടെ പേരിലാണ്. അപ്പൊ ബസ്സിന് ഷൂ എറിയുന്നതിനേക്കാൾ എത്രയോ ചെറിയ കുറ്റമാണ് രാജേഷ്. KSRTC ബസ് കത്തിച്ചുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് ഇരിട്ടിക്ക് നടുവിലുള്ള ചാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് KSRTC ബസ് കത്തിക്കുന്നത്. 3 പേര് അതിൽ വെന്ത് മരിച്ച സംഭവമൊക്കെ നമ്മൾ ഇപ്പോൾ ഓർക്കണത്. അപ്പം ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി മാത്രം രചിക്കപ്പെടുന്നില്ലല്ലോ ഒരു വിഷയം. ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറെ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങേറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഇപ്പൊ സമരം ചെയ്യുന്നു, പ്രതിഷേധിക്കുന്നു, കരിങ്കടി പ്രകടനം നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ ചാടുന്നു എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര ഭീകരമായ കുറ്റാണെന്ന് പറയുന്നത്. ഇതേ രാജീവ് ഈ മന്ത്രിസഭയിലെ അംഗമായിരിക്കുന്ന ഈ വണ്ടിയിൽ, ഈ നവകേരള യാത്ര നടത്തിയ വണ്ടിയിലെ അംഗമായ ഇവിടുത്തെ പിന്നെ കളമശ്ശേരി MLAയും ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന P. രാജീവിന്റെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കണ്ടേ? വെറുതെ നമ്മൾ ഇത് സമരാഭാസം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലൊക്കെ പറയുന്ന കേട്ടാ ഈ ലോകത്തിൽ ഇന്നേ വരെ സമരം ചെയ്യാതെ വളർന്ന പാർട്ടിയാണ് CPM. രാജേഷ് അറിയേണ്ടത് ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനൽ ഇപ്പൊ ഏതാണ്ട് CPMന്റെ കൈരളിയുടെ ഒരു സെക്കൻഡ് ചാനലാണ്. ആ ചാനലിലെ ചില അവതാരകർ പേരെടുത്ത് MP നികേഷ് കുമാറൊക്കെ ഇരുന്ന് പറയുന്ന ഒരു വാചകം, ഇത് ആഹ്വാനം ചെയ്യാതെ നടത്തുന്ന ഒരു സമരമാണ്, അതാണ് പ്രശ്നം എന്നുള്ളതാണ്. ഈ P. രാജീവും 5 പേരും കരുണാകരനെതിരെ കരിങ്കൊടി കാണിച്ചത് ആരാഹ്വാനം ചെയ്താണ്? ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നേരെ വന്ന് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുകയാണ് ചെയ്തത്. അന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള രാജീവിനെ പിന്നീട് പോലീസുകാർ ഇഞ്ചപ്പരുവാക്കുകയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രമൊക്കെ ഉണ്ടതല്ലേ. പിന്നെ SFIക്കും DYFIക്കും ഒക്കെ ഇത് പറയാൻ നല്ല ധാർമ്മികത ഉണ്ട് രാജേഷ്. കാരണം അവരാകെ നടത്തിയിട്ടുള്ള സമരങ്ങൾ രാജേഷ് ഒന്ന് എണ്ണി നോക്കണം. അതായത് ഇതുപോലെയുള്ള ബസ് കത്തിക്കൽ സമരം, അല്ലെങ്കിൽ 5 പേര് കൊല്ലപ്പെട്ട സമരം. പിന്നെ ഇത് കൂടുകയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും പുതിയ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ പ്രിൻസിപ്പളിലെ കസേര കത്തിക്കുന്ന സമരം, പ്രിൻസിപ്പളിലെ മുട്ടുകാല് തല്ലുപിടിക്കുന്ന സമരം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെയൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾ നിയമസഭയിൽ നടത്തിയ സമരം രാജേഷ് ഓർമ്മയുണ്ടാവും. നിയമസഭ മൊത്തം തല്ലിപ്പൊളിക്കുന്ന സമരം. ആ തല്ലിപ്പൊളിക്കുന്ന സമരത്തിൽ ശിവതാണ്ഡവം. അതിൽ തന്നെ PC ജോർജ് പറഞ്ഞത് അന്ന് മറ്റേ നമ്മുടെ ശിവൻകുട്ടി മോളിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടിയപ്പോൾ ശിവൻകുട്ടിയുടെ കിടുങ്ങാമണി വരെ കണ്ടു എന്നുള്ള നിലക്കുള്ള മറ്റേ പ്രവർത്തനം. പിന്നെ നമ്മുടെ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്തത്, കൈ കടിക്കുന്ന പ്രവർത്തനം. ഇത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള, വളരെ സമര ആഭാസങ്ങളൊന്നുമില്ലാത്ത, വളരെ കൃത്യമായ സമീപന, അഹിംസാപരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് SFIയും DYFIയും ഒക്കെ. അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ല. ശരിക്കും ഷൂ എറിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ശരിക്കും ഇപ്പൊ വിനീത വിജിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് വിനീത വിജി ഷൂ ധരിക്കുന്നതാണോ അതോ അവര് തന്നെ ധരിച്ചിരുന്ന ഷൂ ആണോ ഊരി എറിഞ്ഞത് എന്ന് പോലും CPMകാരൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചാൽ ഒരു കുറ്റവും പറയാനില്ല. ഇനി ഈ കേസെടുക്കുന്നതും ഇതുപോലെ ഇവരെ മാനസികമായി പീഡിപ്പിക്കുന്നതൊക്കെ നമുക്ക് സഹിക്കാൻ രാജേഷ്. ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ വിനീത വിജി കല്യാണം കഴിച്ചാണോ എന്ന് എനിക്കറിയില്ല. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി വിനീത വിജി എവിടെ പോകുന്നു, വിനീത വിജി ആരെ കാണുന്നു, വിനീത വിജിയുടെ നേരത്തെ അവരെടുത്തിരുന്ന ഡ്രസ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ കാളി കൂളി സംഘങ്ങളുടെ സൈബർ ആക്രമണം അത് നേരിടേണ്ടി വരും. ഇനി അത് നേരിടേണ്ടി വരുമെന്ന് സാധാരണ വിനീത വിജിക്കെതിരെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. വിനീത വിജിക്കെതിരെ ഇപ്പൊ ഹാഷിമി താജ് ഇബ്രാഹിമിനെതിരെ ഇവരൊക്കെ നടത്തി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമുക്കെതിരെ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവർ ചെയ്യാൻ പോണ എന്താണ്, അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെതിരെ, ഏറ്റവും ചെറിയ കുട്ടികൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രചാരണ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന SFIക്കാർക്ക് കൂടി ഞാൻ പറയുന്നത് ഗുഡ് സർവീസ് എൻട്രിയും താമ്രപത്രവും കൊടുക്കേണ്ടതാണ്. മറ്റേ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഒരു മറ്റേ ഇത് നടക്കുന്നുണ്ടല്ലോ, അതായത് മറ്റേ പത്മശ്രീക്കും പത്മഭൂഷണൊക്കെ കേരളശ്രീ എന്ന് പറഞ്ഞ നടക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളശ്രീയൊക്കെ വേണമെങ്കിൽ നമ്മുടെ PM ആർഷോക്കെ കൊടുക്കാവുന്നതാണ്. എന്താ കാര്യം വെച്ചാൽ PM ആർഷോയുടെ പേരിൽ 42 കേസുണ്ട്, 23 കേസുള്ളതാണ്. PM ആർഷോക്ക് നടത്തുന്ന സമരങ്ങളൊക്കെ വളരെ ലഘുവായിട്ടുള്ള സമരങ്ങളാണ്. കാരണം
ഗവർണറോട് പറയുന്നത് ഇത് നിന്റെ തന്തയുടെ വകയല്ല എന്നാണ്. അതില് പോലീസ് ഓഫീസറോട് പോയി കക്കൂസ് കഴുകാൻ വേണ്ടി പോലീസുകാരന് അവാർഡ് കൊടുക്കണം. ഇതെല്ലാം പോട്ടെ രാശ, ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കാര്യം മറ്റേ CPIയുടെ സംഘടനയായിട്ടുള്ള സ്റ്റുഡൻസ് വിങ്ങിന്റെ ഒരു പെൺകുട്ടിയുടെ നടുവിനിട്ട് ചവിട്ടുന്ന സമരമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വളരെ നല്ല കലാപരിപാടികൾ നടത്തുന്ന സമരമാണ്. ഇനി ഇതിനെല്ലാറ്റിനും പുറമെ ഞാൻ പറയുന്ന ഒരു ആളുകൾ കൂടി ഇപ്പൊ അവാർഡ് കൊടുക്കാൻ ഞാൻ പറയും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് മറ്റേ തിരുവാതിര ഓർമ്മ ഉണ്ടാവുമല്ലോ, അതായത് ഈ കേരളമെങ്ങും കാരണഭൂരിതനാകുന്നതൊക്കെ പറഞ്ഞ് തിരുവാതിര നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൊടുക്കാവുന്നതാണ്. പിന്നെ VN വാസവനെ പോലെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യം, ഇത് ദൈവത്തിന്റെ വരദാനമാണെന്നൊരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് ആര്, പിണറായി വിജയനെ കുറിച്ച്. പിന്നെ പിണറായി വിജയന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ് എന്നറിയപ്പെടും, ഇനി നവകേരള സദസ് എന്നറിയപ്പെടുമെന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, കാരണം CPM ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് മാറിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള അപദാനങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ ഉണ്ടായപ്പോഴാണ്. അത്തരത്തിലുള്ള ഏകാധിപതി ഭരിക്കുന്ന കാലത്ത് ഇതൊന്നും വിചിത്രമല്ല. ഇനിയിപ്പോ രാജേഷ് ഞാൻ കൊടുത്താൽ പോലും ഞെട്ടൂല. കാരണം വെച്ചാൽ വേണമെങ്കിൽ ഇപ്പൊ നാളത്തെ കേരള സ്ത്രീയായിട്ട് PM മാർഷോയെയും ഇവിടുത്തെ ഏറ്റവും നല്ല ചിന്താശക്തിയുള്ള ആളായിട്ട് ചിന്താ ജെറോമിനെയും PSC മെമ്പറായിട്ട് പ്രിൻസി കുര്യാക്കോസിനെയൊക്കെ നിയമിക്കുന്നതോടുകൂടി കേരളം ഏതാണ്ട് അത്യുന്നതിയിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവിടെയുള്ള സാധാരണക്കാരായ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ, നിങ്ങൾ പണ്ട് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് മറ്റേ ഗഫൂർ ഖാ ദോസ്ത് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ, അതായത് മറ്റേ ചങ്ങാടം വഴി എന്ത് ചെയ്യാം, മറ്റേ ഷാർജക്കോ ദുബായിക്കോ കിടത്താന്ന് പറയുന്ന ആളുകളെ ചങ്ങാടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കൊക്കെ നീന്തൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടമെങ്കിലും അല്ലെങ്കിൽ ഒരു മറ്റേ ഇതെങ്കിലും സൈക്കിൾ ട്യൂബെങ്കിലും മേടിച്ച് നമ്മൾ കടലിൽ ചാടി നീന്തി എത്രയും പെട്ടെന്ന് പണ്ട് കൊളംബസ് ഒക്കെ വന്ന പോലെ പല ആളുകളും വന്ന പോലെ നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്തിച്ചേരാമെന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ.